നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ഈ വർഷം പരാതിരഹിത ഓണക്കാലം. സഹകരണ മേഖലയുടെ പങ്ക് വലുതെന്ന് മന്ത്രി VN വാസവൻ. സഹകരണ സമാശ്വാസ പദ്ധതിയുടെ സഹായങ്ങൾ വിതരണം ചെയ്തു. അംഗനവാടികളിലെ ഉച്ചഭക്ഷണ മെനു സംസ്ഥാന സർക്കാർ പരിഷ്കരിച്ചു. അംഗനവാടികളിൽ ബിരിയാണി നൽകി തുടങ്ങി. ചിറക്കടവ് പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. ആസ്വദിച്ച് കഴിച്ച് കുഞ്ഞുമക്കൾ. ആചാരത്തനിമയിൽ കുമാരനെല്ലൂർ ഊരുചുറ്റ് വള്ളംകളി. ദേശവഴികളിലെ ഭക്തരെ അനുഗ്രഹിച്ച് ദേവി. മണർകാട്ടേക്ക് വിശ്വാസി പ്രവാഹം. ഉണ്ണിയേശുവിനെയും മാതാവിനെയും ദർശിച്ച് അനുഗ്രഹം തേടി നാട്. നട അടയ്ക്കൽ 14-ന് ശ്രീബാ പെരുന്നാൾ ദിനത്തിൽ. വാർത്തകൾ വിശദമായി. ഈ വർഷം പരാതിരഹിതമായി ഓണം ആഘോഷിക്കാൻ കഴിഞ്ഞതിൽ സഹകരണ മേഖലയുടെ പങ്ക് വലുതെന്ന് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ. കോട്ടയത്ത് സഹകരണ സമാശ്വാസ പദ്ധതിയുടെ സഹായ വിതരണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വർഷം പരാതിരഹിതമായി ഓണം ആഘോഷിക്കാൻ അവസരമൊരുക്കുന്നതിൽ സഹകരണ മേഖല പ്രധാന പങ്കുവഹിച്ചെന്ന് സഹകരണ മന്ത്രി VN വാസവൻ. സഹകരണാംഗ സമാശ്വാസ പദ്ധതിയുടെ ജില്ലാതല സഹായ വിതരണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ 1800 സഹകരണ സംഘങ്ങൾ വഴി ഉൽപ്പന്നങ്ങൾ സമാഹരിച്ച് വിപണിയിൽ സജീവമായി ഇടപെടാൻ സഹകരണ മേഖലയ്ക്ക് സാധിച്ചു. അംഗസമാശ്വാസ പദ്ധതി വേറിട്ട മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് സഹകരണ മേഖലയിൽ നമ്മൾ നടപ്പാക്കി വരുന്ന വിവിധങ്ങളായ പദ്ധതികൾ, അതിലൊന്നാണ് അംഗത്വ സമാശ്വാസ പദ്ധതി. അതിലിപ്പോൾ ഈ ജില്ലയിൽ ഇതുവരെ കൊടുത്ത കണക്ക് യാഥാർത്ഥ്യത്തോടെ പറഞ്ഞു ഏതാണ്ട് 4229 പേർക്കായി 9 കോടി പരം രൂപയാണ് നമ്മൾ ഈ ജില്ലയിൽ പ്രഖ്യാപിച്ചത്. അതേപോലെ തന്നെ ഇതിന് പുറമെയാണ് മറ്റേറ്റവും പ്രധാനപ്പെട്ട റിസ്ക് ഫണ്ട് നമുക്ക്. ജില്ലയിൽ 43 പ്രാഥമിക സഹകരണ സംഘങ്ങളിലെ 162 അംഗങ്ങൾക്കായി അനുവദിച്ച 36.60 ലക്ഷം രൂപയാണ് പദ്ധതിയുടെ 7ാം ഘട്ട ധനസഹായമായി വിതരണം ചെയ്തത്. പ്രാഥമിക സഹകരണ സംഘങ്ങളിലെ ഗുരുതര രോഗങ്ങൾ ബാധിച്ചവരും കിടപ്പ് രോഗികളുമായ അംഗങ്ങൾക്ക് സഹായമായി 50,000 രൂപ വരെയാണ് പദ്ധതിയിൽ സഹകരണ വകുപ്പ് അനുവദിക്കുന്നത്. പ്രവർത്തന മികവ് സംസ്ഥാനതല പുരസ്കാരം നേടിയ പാമ്പാടി സർവീസ് സഹകരണ ബാങ്ക്, പനച്ചിക്കാട് റീജിയണൽ സർവീസ് സഹകരണ ബാങ്ക്, കോട്ടയം ജില്ലാ സഹകരണ ആശുപത്രി സംഘം എന്നിവയ്ക്കുള്ള പുരസ്കാരങ്ങളും മന്ത്രി വിതരണം ചെയ്തു. കോട്ടയം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഹാളിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന സഹകരണ യൂണിയൻ ഡയറക്ടർ KM രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ മുഖ്യപ്രഭാഷണം നടത്തി. സർക്കിൾ സഹകരണ യൂണിയൻ അധ്യക്ഷരായ അഡ്വക്കേറ്റ് P സതീഷ് ചന്ദ്രൻ നായർ, ജോൺസൺ പുളിക്കീൽ, TP വിനോദ്, ജെയിംസ് വർഗീസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അംഗനവാടികളിലെ ഉച്ചഭക്ഷണ മെനു പരിഷ്കരിച്ചു. പരിഷ്കരിച്ച മെനു അനുസരിച്ചുള്ള ഉച്ചഭക്ഷണ വിതരണം ചിറക്കടവ് പഞ്ചായത്തിലെ അംഗനവാടികളിൽ ആരംഭിച്ചു. 34 അംഗനവാടികളിലും ബിരിയാണി നൽകി. അംഗനവാടിയിൽ ബിർണാണി വേണമെന്ന ദേവികുളങ്ങര സ്വദേശി ശംഖുവിന്റെ ആവശ്യം പരിഗണിച്ച് സംസ്ഥാന സർക്കാർ അംഗനവാടികളിലെ ഉച്ചഭക്ഷണ മെനു പരിഷ്കരിച്ചു. പരിഷ്കരിച്ച മെനു അനുസരിച്ചുള്ള ഉച്ചഭക്ഷണ വിതരണം ചിറക്കടവ് പഞ്ചായത്തിൽ ആരംഭിച്ചു. ചിറക്കടവ് പഞ്ചായത്ത് 20-ാം വാർഡിലെ ഇടത്തംപറമ്പ് 32-ാം നമ്പർ അംഗനവാടിയിൽ കുഞ്ഞുങ്ങൾക്ക് ബിരിയാണി നൽകിക്കൊണ്ട് ചിറക്കടവ് പഞ്ചായത്ത് തലത്തിലുള്ള ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ തീരുമാനപ്രകാരം അംഗൻവാടികളിലെ ഉച്ചഭക്ഷണത്തിൻ്റെ മെനു പരിഷ്കരിച്ചിരിക്കുകയാണ്. കുട്ടികൾക്ക് കൂടുതൽ ആരോഗ്യവും അതോടൊപ്പം തന്നെ രുചികരവുമായ രീതിയിൽ ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനമാണ് പുതിയ മെനു പ്രകാരം തയ്യാറാക്കിയിട്ടുള്ളത്. ഇത്തരത്തിലൊരു വലിയ മാറ്റം ഭക്ഷണക്രമത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ഔപചാരികമായ പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. വൈസ് പ്രസിഡന്റ് സതി സുരേന്ദ്രൻ, NT ശോഭന, വാർഡ് മെമ്പർ സുമേഷ് ആൻഡ്രൂസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം കുമാരനെല്ലൂർ ഊരുചുറ്റ് വള്ളംകളി നടന്നു. കുമാരനെല്ലൂർ ദേവി ഉത്രട്ടാതി നാടിൽ വള്ളത്തിൽ സഞ്ചരിച്ച് ദേശവഴികളിലെ ഭക്തരെ അനുഗ്രഹിക്കുന്നുവെന്നാണ് സങ്കല്പം. കുമാരനെല്ലൂർ ക്ഷേത്രക്കടവിൽ നിന്ന് ദേവി വാഹനം വഹിച്ച ചുണ്ടൻ വള്ളം ശ്രീവിനായകനും മറ്റു കളിയോടങ്ങളും ചേർന്നാണ് ഊരുചുറ്റൽ വള്ളംകളി നടത്തുന്നത്. കുമാരനെല്ലൂർ ദേവി ഉത്രട്ടാതി നാളിൽ വള്ളത്തിൽ സഞ്ചരിച്ച് ദേശവഴികളിലെ ഭക്തരെ അനുഗ്രഹിക്കുന്നുവെന്നാണ് ചടങ്ങിന്റെ സങ്കല്പം. ഭക്തിയും ആവേശവും ഒരുപോലെ മേളിക്കുന്ന ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി ദിവസമാണ് ക്ഷേത്രാചാരങ്ങളോടെ ഊരുചുറ്റു വള്ളംകളി നടക്കുന്നത്.
വിവിധ NSS കരയോഗങ്ങൾക്ക് പുറമെ ഭക്തജനങ്ങളുടെ സഹകരണത്തോടെയാണ് ജലോത്സവം നടക്കുന്നത്. ഉത്രട്ടാതി നാളിൽ ഭഗവതി പള്ളിയോടത്തിലേറി ദേശവഴികളിലെ ഭക്തരെ അനുഗ്രഹിക്കുന്നതിന് ഊരുചുറ്റുന്നുവെന്നാണ് ഉത്രട്ടാതി ഊരുചുറ്റു ജലോത്സവ ഐതിഹ്യം. ക്ഷേത്രത്തിൽ നിന്ന് ദേവീ ചൈതന്യം സിംഹവാഹനത്തിൽ ആവാഹിച്ച് കരയോഗ പ്രതിനിധികൾക്ക് കൈമാറി. വാദ്യമേളത്തിന്റെയും വഞ്ചിപ്പാട്ടിന്റെയും അകമ്പടിയോടെ സിംഹവാഹനം ക്ഷേത്രത്തിൽ നിന്നും കരവഞ്ചിയായി ആറാട്ടുകടവിലെത്തിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ, കൗൺസിലർമാരായ TC റോയ്, അനിൽ സാബു തോമസ്, BJP പ്രസിഡന്റ് ലിജിൽ ലാൽ തുടങ്ങിയവർ സിംഹവാഹനത്തിലും ദേവീ വിഗ്രഹത്തിലും ഹാരമർപ്പിച്ചു. പള്ളിയോടങ്ങൾ മീനച്ചിലാറിൻ ഇരുകരകളിലും മുൻകൂട്ടി നിശ്ചയിച്ച കടവുകളിലെ വഴിപാടുകൾ സ്വീകരിച്ചാകും യാത്ര. വൈകിട്ട് ജലഘോഷയാത്ര ആറാട്ടുകടവിൽ തിരിച്ചെത്തി. തുടർന്ന് കരവഞ്ചിയോടെ ക്ഷേത്ര സന്നിധിയിലെത്തി സിംഹവാഹനം തിരികെ സമർപ്പിച്ചതോടെ ഊരുചുറ്റു വള്ളംകളി സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മണർകാട് പള്ളിയിൽ വിശ്വാസികളുടെ പ്രവാഹം. ദൈവമാതാവിന്റെയും ഉണ്ണിയേശുവിന്റെയും ഛായാചിത്രം ദർശിച്ച് വിശ്വാസികൾ അനുഗ്രഹം തേടി മടങ്ങുകയാണ്. ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മണർകാട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ വിശ്വാസികളുടെ വൻ തിരക്ക്. പെരുന്നാളിനോടനുബന്ധിച്ച് വർഷത്തിലൊരിക്കൽ മാത്രം വിശ്വാസികൾക്ക് ദർശനത്തിനായി തുറക്കുന്ന വിശുദ്ധ ദൈവമാതാവിന്റെയും ഉണ്ണിയേശുവിന്റെയും ഛായാചിത്രം ദർശിക്കുന്നതിന് നാനാജാതി മതസ്ഥരായ വിശ്വാസികൾ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തുകയാണ്. രാത്രി വൈകിയും പള്ളിയിലേക്ക് വിശ്വാസികളുടെ പ്രവാഹമാണ്. സ്ലീബ പെരുന്നാൾ ദിനമായ സെപ്റ്റംബർ 14 വരെ വിശ്വാസികൾക്ക് ദൈവമാതാവിന്റെയും ഉണ്ണിയേശുവിന്റെയും ഛായാചിത്രം ദർശിക്കുന്നതിന് അവസരമുണ്ടാകും. 14-ന് സന്ധ്യാപ്രാർത്ഥനയെ തുടർന്നാണ് നടയറക്കൽ ശുശ്രൂഷ നടക്കുക. 14 വരെ വിശുദ്ധ കുർബാനയ്ക്ക് സഭയിലെ വിവിധ മെത്രാപ്പൊലീത്തമാർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ബുധനാഴ്ച രാവിലെ 7:30-ന് ജ്ഞാനായ അതിഭദ്രാസനം കല്ലിശ്ശേരി മേഖലാധിപൻ കുറിയങ്കോസ് മോർ ഗ്രിഗോറിയോസും 11-ന് രാവിലെ 7:30-ക്ക് അങ്കമാലി ഭദ്രാസനത്തിലെ മൂവാറ്റുപുഴ മേഖലാധിപൻ മാത്യൂസ് മാർ അന്തിമോസും 12-ാം തീയതി രാവിലെ 7:30-ന് അങ്കമാലി ഭദ്രാസനത്തിലെ കോതമംഗലം മേഖലാധിപൻ ഏലിയാസ് മോർ യൂലിയോസും 13-ാം തീയതി രാവിലെ 7:30-ന് മലബാർ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ സ്തെഫാനോസും വിശുദ്ധ കുർബാനയ്ക്ക് പ്രധാന കാർമ്മികത്വം വഹിക്കും. ശ്ലീബ പെരുന്നാൾ ദിനമായ 14-ന് രാവിലെ 7:30-ന് പ്രഭാത പ്രാർത്ഥന നടക്കും. രാവിലെ 8:30-ക്ക് വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് തൃശൂർ ഭദ്രാസനാധിപൻ കുര്യാക്കോസ് മോർ ക്ലിമിസ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകുന്നേരം 5 മണിക്ക് സന്ധ്യാപ്രാർത്ഥനയ്ക്കും തുടർന്നുള്ള നടയടക്കൽ ശുശ്രൂഷയ്ക്കും കോട്ടയം ഭദ്രാസനാധിപൻ തോമസ് മാർ തിമോത്തിയോസ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 8 നോമ്പ് പെരുന്നാളിനോടനുബന്ധിച്ചുള്ള വൈദ്യുതി ദീപാലങ്കാരങ്ങൾ സെപ്റ്റംബർ 1 മുതൽ 14-ാം തീയതി വരെ ഉണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ, മണർകാട്. സംസ്ഥാനത്ത് സ്വർണ്ണവില ഇതുവരെയുള്ളതിൽ ഏറ്റവും ഉയരത്തിൽ. ഇന്ന് പവന് 1000 രൂപ വർദ്ധിച്ച് 80,000 രൂപ കടന്നു. സാധാരണക്കാർക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത നിലയിൽ സ്വർണ്ണവില. ചരിത്രത്തിൽ ആദ്യമായി വില 80,000 കടന്നു. ഇന്നു മാത്രം പവന് 1000 രൂപ വർദ്ധിച്ചു. ഒരു പവൻ 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില 80,880 രൂപയാണ്. GSTയും പണിക്കൂലിയും ഹോൾമാർക്ക് ഫീസും അടക്കം ഏറ്റവും കുറഞ്ഞത് ഒരു പവൻ ആഭരണത്തിന് 90,000 രൂപയ്ക്കടുത്ത് നൽകണം. നിലവിൽ 1 ഗ്രാം സ്വർണത്തിന് 10,110 രൂപ നൽകേണ്ടി വരും. കഴിഞ്ഞ മാസം 22-ന് 9,215 രൂപയായിരുന്നു 1 ഗ്രാം സ്വർണത്തിന് വില. 18 ദിവസത്തിനുള്ളിലാണ് വില 10,110 രൂപയിലേക്ക് എത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് വിവാഹങ്ങൾ സജീവമായ ചിങ്ങമാസത്തിൽ വില കുത്തനെ ഉയർന്നത് തിരിച്ചടിയായി. 1 ഗ്രാം 18 ക്യാരറ്റ് സ്വർണത്തിന്റെ വില 8,300 ആണ്. 14 ക്യാരറ്റ് സ്വർണത്തിന്റെ വില 6,465 ആണ്. 1 ഗ്രാം വെള്ളിയുടെ വിലയും റെക്കോർഡിലാണ്. 1 ഗ്രാം 916 ഹോൾമാർക്ക് വെള്ളിയുടെ ഇന്നത്തെ വിപണി വില 133 രൂപയാണ്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പൊൻകുന്നം ശാന്തിനികേതൻ ആശുപത്രി സുവർണ ജൂബിലി നിറവിൽ. വ്യാഴാഴ്ച നടക്കുന്ന സുവർണ ജൂബിലി ആഘോഷം ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് ഉദ്ഘാടനം ചെയ്യും. പൊൻകുന്നം ശാന്തിനികേതൻ ആശുപത്രി സുവർണ ജൂബിലി നിറവിൽ. കോട്ടയത്തിന്റെ കിഴക്കൻ മേഖലയിലെ ഏറെ പ്രശസ്തമായ ചികിത്സാ സ്ഥാപനങ്ങളിലൊന്നാണ് ശാന്തിനികേതൻ. 1975 സെപ്റ്റംബർ 11-ന് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ 4 സ്ഥിരം ഡോക്ടർമാരും 4 ഡ്യൂട്ടി ഡോക്ടർമാരുമാണ് ഉണ്ടായിരുന്നത്. 50 വർഷം പിന്നിടുമ്പോൾ 12 ഡോക്ടർമാരും 60 നഴ്സുമാരും സേവനം ചെയ്യുന്നു. ഗൈനക്കോളജി, ഓർത്തോ, ജനറൽ സർജറി, അനസ്തേഷ്യോളജി, ഇൻഫെർട്ടിലിറ്റി, ലാപ്രോസ്കോപ്പിക് സർജറി, യൂറോളജി, റേഡിയോളജി ഉൾപ്പെടെ 10 വിഭാഗങ്ങളിൽ ഏറ്റവും നല്ല ചികിത്സ ലഭ്യമാകുന്ന ആതുരാലയമായി ശാന്തിനികേതൻ മാറി. 1 വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് വ്യാഴാഴ്ച തുടക്കമാകും. 1 വർഷം നീളുന്ന വിവിധ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. പൊതുജനാരോഗ്യ ബോധവൽക്കരണം, സേവന പ്രവർത്തനങ്ങൾ, സാംസ്കാരിക സംഗമം തുടങ്ങിയ പരിപാടികൾ സുവർണ ജൂബിലി വർഷത്തിൽ നടക്കുമെന്നും ആശുപത്രി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബഹുമാനപ്പെട്ട MLA ഡോക്ടർ N. ജയരാജ്, MD ഡോക്ടർ ആന്റോ ആന്റണി MD, മറ്റ് ജനപ്രതിനിധികൾ,
സാമുദായിക നേതാക്കൾ, സാംസ്കാരിക നേതാക്കൾ ഒക്കെ വന്നിട്ടുള്ള ഒരു പൊതുസമ്മേളനം 3-ാം തീയതി നമ്മൾ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് 11-ാം തീയതി ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഈ ആശുപത്രി അങ്കണത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം മെഡിക്കൽ ക്യാമ്പ്, പിന്നെ സ്കൂളുകളിലെ ഹെൽത്ത്, ഇപ്പം പുതിയ ടീനേജേഴ്സിനുള്ള സർവൈക്കൽ വാക്സിൻ സബ്സിഡൈസ്ഡ് റേറ്റിൽ സ്കൂളുകളിൽ അതെത്തിക്കുക, മെഡിക്കൽ ക്യാമ്പ് നടത്തുക, ഇങ്ങനെയുള്ള 1 വർഷം നീണ്ടു നിൽക്കുന്ന പല പരിപാടികൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിനൊരു തുടക്കം എന്ന നിലയിലാണ് ഈ 11-ാം തീയതി ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് സമ്മേളനം ഇതിന് വെച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ആന്റണി MP അധ്യക്ഷത വഹിക്കുന്ന യോഗം ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് ഉദ്ഘാടനം ചെയ്യും. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് CR ശ്രീകുമാർ, വൈസ് പ്രസിഡന്റ് സതി സുരേന്ദ്രൻ, ഡോക്ടർ മാധവി വേണുഗോപാൽ, ഡോക്ടർ ഗോപി, ഡോക്ടർ ലക്ഷ്മി ഗോപി എന്നിവർ പങ്കെടുക്കും. യോഗത്തിൽ ആശുപത്രിയിലെ മുതിർന്ന ജീവനക്കാരെ പൊന്നാടയണിയിച്ച് ആദരിക്കും. ആശുപത്രിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ശാന്തകുമാരി, ഡോക്ടർ ഗോപിനാഥപിള്ള, ഡോക്ടർ ഗോപി, ഡോക്ടർ ലക്ഷ്മി ഗോപി, മാനേജർ S. രാജീവ് കുമാർ എന്നിവർ പങ്കെടുത്തു. സുവർണ ജൂബിലിയുടെ ഭാഗമായി പുതിയ കാഷ്വാലിറ്റി ബ്ലോക്ക്, ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ, മെഡിക്കൽ ICU എന്നിവയും നാടിന് സമർപ്പിക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം തിരുനക്കരയിൽ മദ്യലഹരിയിൽ കടയിലെത്തിയ വഴിപോക്കന്റെ ആക്രമണത്തിൽ കടയുടമയ്ക്ക് പരിക്ക്. ആക്രമണത്തെ പ്രതിരോധിക്കാൻ കമ്പിവടി ഉപയോഗിച്ച് ശ്രമിക്കുന്നതിനിടെ കടയുടമയുടെ അടിയേറ്റ് വഴിപോക്കനും പരിക്കേറ്റു. തിരുനക്കരയിൽ വെറ്റിലക്കട നടത്തുന്ന രാജുവിനെയാണ് നഗരത്തിൽ അലഞ്ഞു നടക്കുന്ന നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ സാമൂഹ്യവിരുദ്ധൻ ആക്രമിച്ചത്. ഇന്ന് രാവിലെ 10:30 തിരുനക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര റോഡിലായിരുന്നു സംഭവം. രാജുവിന്റെ കടയിലെത്തിയ അക്രമി പ്രകോപനമില്ലാതെ സോഡാ കുപ്പിയും കല്ലും ഉപയോഗിച്ച് രാജുവിനെ ആക്രമിച്ചു. കടയിലിരുന്ന കമ്പി ഉപയോഗിച്ച് രാജു നടത്തിയ പ്രതിരോധത്തിൽ ഇയാളുടെ തല പൊട്ടി. സംഭവം അറിഞ്ഞ് വെസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി. KNEF സംസ്ഥാന സമ്മേളനത്തിന് കോട്ടയത്ത് തുടക്കമായി. ഇതിന് മുന്നോടിയായി മാധ്യമ സെമിനാർ ചാണ്ടിയുമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ മാധ്യമപ്രവർത്തകർ വലിയ വെല്ലുവിളികൾ നേരിടുന്നുവെന്ന് ചാണ്ടിയുമ്മൻ MLA. KNEF സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള മാധ്യമ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വാർത്താശേഖരണത്തിനിടയിൽ അക്രമത്തിനിരയാകുന്നവരുടെ എണ്ണം രാജ്യത്ത് കൂടി വരുന്നു. സോഷ്യൽ മീഡിയകൾ വഴിയുള്ള വാർത്തകളുടെ വിശ്വാസ്യത ആശങ്കയുണർത്തുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് പേപ്പർ എംപ്ലോയീസ് വളരെയധികം ചലഞ്ചസ് നേരിടുന്ന ഒരു കാലം കൂടിയാണ്. അതുപോലെ വേജിൻ്റെ കാര്യമാണെങ്കിലും അതുപോലത്തുള്ള മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം എംപ്ലോയീസിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് എന്നത് സംശയം പറയാൻ സാധിക്കും. ഈ ഒരു സമയത്ത് പത്രക്കാർ നേരിടുന്ന ചലഞ്ചും ചെറുതാണ്. അത് കേരളത്തിലാണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും എപ്പോൾ വേണേൽ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു വിഭാഗമാണ്. സമകാലിക മാധ്യമങ്ങളും മാറുന്ന കേരളവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ചെറുകര സണ്ണി ലൂക്കോസ് മോഡറേറ്ററായി. മലയാള മനോരമ എഡിറ്റോറിയൽ ഡയറക്ടർ ജോസ് പനച്ചിപ്പുറം, മാതൃഭൂമി ഡെപ്യൂട്ടി എഡിറ്റർ PP ശശീന്ദ്രൻ, ദീപിക ഡെപ്യൂട്ടി എഡിറ്റർ S. ജയകൃഷ്ണൻ, ദേശാഭിമാനി അസോസിയേറ്റ് എഡിറ്റർ മധു നീലകണ്ഠൻ, കേരള കൗമുദി ന്യൂസ് എഡിറ്റർ V. ജയകുമാർ, ജന്മഭൂമി ന്യൂസ് എഡിറ്റർ KD ഹരികുമാർ, മാധ്യമം ജോയിന്റ് എഡിറ്റർ PI നൌഷാദ്, ജനയുഗം ബ്യൂറോ ചീഫ് സരിതാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ജില്ലാതല ഓണാഘോഷം ചിങ്ങനിലാവിന് സമാപനം. ഇതിന്റെ ഭാഗമായി നടൻ വിജയരാഘവനെ ആദരിച്ചു. കോട്ടയം ജില്ലാ ഭരണകൂടവും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും കോട്ടയം നഗരസഭയും സംയുക്തമായി സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടി ചിങ്ങനിലാവ് 2025 സമാപിച്ചു. തിരുനക്കര മൈതാനത്ത് നടന്ന സമാപന സമ്മേളനം സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. പരാതിരഹിതമായി ഓണം ആഘോഷിക്കുന്നതിന് സർക്കാർ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിരുന്നതായി അദ്ദേഹം പറഞ്ഞു. ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവ് നടൻ വിജയരാഘവനെ മന്ത്രി പൊന്നാട അണിയിച്ച് ആദരിച്ചു. അക്ഷരാർത്ഥത്തിൽ നമ്മുടെ അക്ഷരനഗരി ഇന്ന് നമ്മുടെ നാടിന്റെ അഭിമാനമായി ഈ കോട്ടയത്തെയും കേരളത്തെയും രാജ്യത്തിന്റെ നെറുകയിലേക്ക് എത്തിച്ച ശ്രീ വിജയരാഘവനെ അനുമോദിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ആഘോഷ പരിപാടികൾക്ക് യവനിക വീഴുക. വിജയരാഘവൻ എന്ന നടൻ ഈ നാടിന്റെ അഭിമാനമായി, കേരളത്തിന്റെ അഭിമാനമായി, രാജ്യത്തിന്റെ അഭിമാനമായി ലോകരംഗത്ത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നടനായി വന്നിട്ട് ഇപ്പൊ അദ്ദേഹം ദുബായിൽ പോയി ദക്ഷിണേന്ത്യയിലെ മുഴുവൻ സിനിമകളുടെയും അനുഗ്രഹീത കലാകാരനാണെന്നുള്ള അവാർഡും വാങ്ങിയാണ് തിരുനക്കര മൈതാനത്ത് അക്ഷരനഗരിയിൽ കാലുകുത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മളെക്കാൾ മുമ്പ് ലോകം അദ്ദേഹത്തെ ആദരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നാം തിരിച്ചറിയുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ്,
MLA-മാരായ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, അഡ്വക്കേറ്റ് മോൻസ് ജോസഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ, ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ, നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഓണാഘോഷത്തോടനുബന്ധിച്ചു നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് പ്രസീത ചാലക്കുടിയുടെ നാടൻപാട്ടുമേള നടന്നു. ഉദ്ഘാടന സമ്മേളനത്തിനു മുന്നോടിയായി പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്ര തിരുനക്കര മൈതാനത്ത് സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാല ലാലം പഴയ പള്ളിയിൽ 8 നോമ്പ് തിരുനാളിന് സമാപനം. പട്ടണം ചുറ്റി പ്രദക്ഷിണത്തിൽ നിരവധി പേർ പങ്കെടുത്തു. പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പാല ലാലം പഴയ പള്ളിയിൽ നടന്നു വന്ന പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജനനത്തിരുനാളും 8 നോമ്പ് തിരുനാളും സമാപിച്ചു. സമാപന ദിവസം നടന്ന പട്ടണ പ്രദക്ഷിണത്തിൽ അനേകം പേർ പങ്കെടുത്തു. സമാപന ദിവസമായ ഇന്നലെ പുലർച്ചെ മുതൽ വിവിധ സമയങ്ങളിൽ വിശുകുർബാനയും നോവേനയും ഉണ്ടായിരുന്നു. വൈകിട്ട് ആഘോഷകരമായ പട്ടണ പ്രദക്ഷിണം നടന്നു. വികാരി ഫാദർ ജോസഫ് തടത്തിൽ, പാസ്റ്റർ അസിസ്റ്റന്റ് ഫാദർ ജോസഫ് ആലഞ്ചേരിൽ, സഹവികാരിമാരായ ഫാദർ സ്കറിയ മേനാമ്പറമ്പിൽ, ഫാദർ ആന്റണി നങ്ങാപ്പറമ്പിൽ, കൈക്കാരന്മാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓഗസ്റ്റ് 30 തിരുനാൾ ആരംഭിച്ചത്. 8 നോമ്പിന് ഒരുക്കമായി മരിയൻ കൺവെൻഷനും നടന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, പാല. കോട്ടയം മൈജി ഫ്യൂച്ചറിൽ ഗ്രാൻഡ് സെയിൽ ആരംഭിച്ചു. 75% ഓഫാണ് മൈജി നൽകുന്നത്. ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഹോം അപ്ലയൻസസിനും സ്പെഷ്യൽ വിലക്കുറവും സമ്മാനങ്ങളുമാണ് മൈജി ഫ്യൂച്ചർ നടക്കുന്ന ഗ്രാൻഡ് സെയിലിൽ നൽകുന്നത്. ബുധനാഴ്ചയും ഗ്രാൻഡ് സെയിൽ നടക്കും. സ്മാർട്ട് ഫോണുകളും ടാബ്ലറ്റുകളും പർച്ചേസ് ചെയ്യുമ്പോൾ ഓരോ 10,000 രൂപയുടെ പർച്ചേസിനും 1,250 രൂപയുടെ ക്യാഷ് ബാക്ക് ലഭിക്കും. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസ്, ഗ്ലാസ് ആൻഡ് ക്രോക്കറി എന്നിവയ്ക്ക് 75% വരെ ഓഫർ നൽകുന്നുണ്ട്. 25 കോടി രൂപ വിലമതിക്കുന്ന ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമാണ് മൈജി ഓണക്കാലത്ത് നൽകുന്നത്. മരങ്ങാട്ടുപള്ളിയിൽ കാർഷികോത്സവത്തിന് തുടക്കം. ഇതിന്റെ ഭാഗമായുള്ള കലവറ നിറയ്ക്കൽ നടന്നു. മരങ്ങാട്ടുപള്ളി കാർഷികോത്സവത്തിനുള്ള കലവറ നിറഞ്ഞു. വിഭവ സമാഹരണം പൂർത്തിയായി. 8, 9, 10, 11 തീയതികളായി നടക്കുന്ന കാർഷിക ഉത്സവത്തിനുള്ള കലവറ നിറയ്ക്കലാണ് നടന്നത്. ഗ്രാമത്തിലെ കർഷകർ വീർപ്പുഴുക്കി വിളയിച്ചെടുത്ത കാർഷിക വിളകളും വ്യാപാരികൾ നൽകിയ ഉൽപ്പന്നങ്ങളും സംഘാടക സമിതി ചെയർമാനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി ഇമ്മാനുവലിന് കൈമാറി. 14 വാർഡുകളിൽ നിന്നും സമാഹരിച്ച വിഭവങ്ങൾ സംഘാടക സമിതി ചെയർമാൻ, ഫുഡ് കമ്മിറ്റി ചെയർമാൻ കൈമാറി. 10-നും 11-നും നടക്കുന്ന കാർഷികോത്സവത്തിനുള്ള എല്ലാവർക്കും നൽകുന്നതിലേക്കുള്ള വിഭവ സമാഹരണമാണ് കലവറ നിലയ്ക്കൽ. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ രാജു, പഞ്ചായത്ത് മെമ്പർമാർ, വിവിധ കമ്മിറ്റി ചെയർമാൻമാർ, കാർഷിക വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൃഷിഭവൻ, മൃഗസംരക്ഷണ വകുപ്പ്, സർവീസ് സഹകരണ ബാങ്ക്, കാർഷിക വികസന സമിതി, ക്ഷീരവികസന വകുപ്പ്, കുടുംബശ്രീ, വായനശാലകൾ, RPSകൾ എന്നിവയുടെ സഹകരണത്തോടെ നടക്കുന്ന കാർഷികോത്സവത്തിന് തുടക്കം കലവറ നിലയ്ക്കലോടെ നടന്നു. ഇതേ തുടർന്ന് പഞ്ചായത്ത് തല ക്വിസ് മത്സരങ്ങളും നടന്നു. ഇന്ന് പഞ്ചായത്ത് ഹാളിൽ വിവിധ കലാമത്സരങ്ങൾ നടക്കും. ന്യൂസ് ബ്യൂറോ, പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഈ വർഷം പരാതിരഹിത ഓണക്കാലം. സഹകരണ മേഖലയുടെ പങ്ക് വലുതെന്ന് മന്ത്രി VN വാസവൻ. സഹകരണ സമാശ്വാസ പദ്ധതിയുടെ സഹായങ്ങൾ വിതരണം ചെയ്തു. അംഗനവാടികളിലെ ഉച്ചഭക്ഷണ മെനു സംസ്ഥാന സർക്കാർ പരിഷ്കരിച്ചു. അംഗനവാടികളിൽ ബിരിയാണി നൽകി തുടങ്ങി. ചിറക്കടവ് പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. ആസ്വദിച്ച് കഴിച്ച് കുഞ്ഞുമക്കൾ. ആചാരത്തനിമയിൽ കുമാരനെല്ലൂർ ഊരുചുറ്റ് വള്ളംകളി. ദേശവഴികളിലെ ഭക്തരെ അനുഗ്രഹിച്ച് ദേവി. മണർകാട്ടേക്ക് വിശ്വാസി പ്രവാഹം. ഉണ്ണിയേശുവിനെയും മാതാവിനെയും ദർശിച്ച് അനുഗ്രഹം തേടി നാട്. നട അടയ്ക്കൽ 14-ന് ശ്രീബാ പെരുന്നാൾ ദിനത്തിൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.